പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയിൽ നിന്നാണ്. അതിൻ്റെ 32-ാം വചനമാണ്. അള്ളാഹു ഒരു വിശ്വാസിയെ കൃത്യമായി അവൻ്റെ നിലപാടുകളെ പഠിപ്പിച്ചു കൊടുക്കുന്ന വിധം മനുഷ്യജീവിതത്തിനും ജീവനുമുള്ള വിലയെക്കുറിച്ച് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. മനുഷ്യന് അള്ളാഹു നൽകുന്ന ആദരം, അവൻ്റെ ജീവിതത്തിന് നൽകുന്ന ആദരം അതീവ പ്രാധാന്യത്തോടുകൂടെയാണ് നാം എപ്പോഴും കാണുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവസാനത്തെ പ്രസംഗത്തിൽ വരെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നിൽക്കുന്ന വിശുദ്ധമായ പട്ടണവും അവിടുന്ന് ആ പ്രസംഗം നടത്തുന്ന സമയത്തുള്ള വിശുദ്ധമായ മാസവും ആ വിശുദ്ധമായ നിമിഷങ്ങളെയും സാക്ഷി നിർത്തി അള്ളാഹുവിൻ്റെ റസൂൽ പ്രധാനമായി പറയുന്നുണ്ട്, ഈ വിശുദ്ധ പട്ടണവും ഈ വിശുദ്ധ മാസവും എത്രമേൽ നിങ്ങൾക്ക് പ്രധാനവും നിങ്ങൾക്ക് എത്രമേൽ ബഹുമാന്യവുമാണോ, അതുപോലെ ബഹുമാന്യമായ ഒന്നാണ് നിങ്ങളുടെ ജീവനും നിങ്ങളുടെ സ്വത്തും നിങ്ങളുടെ അഭിമാനവും. നിങ്ങളുടെ രക്തം എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ മനുഷ്യൻ്റെ രക്തത്തെ അനാവശ്യമായി ചിന്തുന്നതിനെ, മനുഷ്യൻ്റെ അഭിമാനത്തെ ഹനിക്കുകയും അവൻ്റെ അഭിമാനത്തെ പിച്ചിച്ചീന്തുകയും ചെയ്യുന്നതിനെയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ നമ്മെ ഉണർത്തുന്നത്. വിശുദ്ധ ഖുർആനും ഈ പക്ഷത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്നത് ബനൂ ഇസ്രായേലി സമൂഹത്തിലുണ്ടായിട്ടുള്ള കലാപങ്ങളിൽ, പ്രത്യേകിച്ചും കൊലപാതകങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോഴാണ്. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർള്, ഒരാത്മാവിനെ യാതൊരു തരത്തിലും ഇസ്ലാമികമായ ചില ശിക്ഷാ നടപടികളുടെ ഭാഗമായി ഉണ്ടാകേണ്ട പ്രതിക്രിയയുടെ ആ രീതിയിൽ നടക്കപ്പെടേണ്ട ഒരു കൊലപാതകത്തിലല്ലാതെ, അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെയും ഇസ്ലാമിക വ്യവസ്ഥാപിത നേതൃത്വത്തിൻ്റെയും കീഴിൽ നടക്കേണ്ടി വരുന്ന വ്യവസ്ഥാപിതമായ സംവിധാനത്തിൻ്റെ ധർമ്മ പോരാട്ടങ്ങളിലല്ലാതെ ഒരു ജീവനെ ഒരാൾ ഹനിച്ചാൽ കഅന്നമാ ഖതലന്നാസ ജമിയ, അവൻ മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാണ്. വമൻ അഹ്യാഹ, ആരെങ്കിലും ഒരു ജീവന് അതിന് ജീവൻ നൽകാൻ സാധിച്ചാൽ, ഒരാളെ രക്ഷപ്പെടുത്തുക എന്നതൊരു ജീവന്റെ രക്ഷയാണ്. നമസ്കാരം അതിൻ്റെ അവസാന സമയത്തേക്ക് അടുക്കുന്ന സമയത്തൊരാൾ നമസ്കാരത്തിന് വേണ്ടി കൈകെട്ടുമ്പോഴാണ് ഒരാൾ മുങ്ങി മരിക്കുന്നത് കണ്ടാൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അർത്ഥത്തിൽ മരിച്ചു പോകുമോ എന്ന് ഭയക്കുന്ന ഒരു സംഭവം കണ്ടാൽ, ആ മനുഷ്യനെ രക്ഷപ്പെടുത്തലാണ് ഏറ്റവും പ്രധാനം എന്ന് പഠിപ്പിക്കുന്ന ഒരു കർമ്മശാസ്ത്രമാണ് നമുക്കുള്ളത്. മൻ അഹ്യാഹ, അങ്ങനെ ഒരു ജീവനെ രക്ഷിച്ചാൽ കഅന്നമാ അഹ്യന്നാസ ജമിയ, സകല മനുഷ്യരെയും രക്ഷിച്ചതിനെ പോലെയാണ്. ഒരു ജീവന്റെ പ്രാധാന്യം അത്രമേൽ വലിയ പ്രാധാന്യത്തോടുകൂടെയാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നതെന്നർത്ഥം. ഞാൻ ഈ ആയത്ത് നിങ്ങളുടെ മുമ്പിൽ ഓതുമ്പോൾ കഴിഞ്ഞ 2 ആഴ്ചകളായി നമ്മുടെ സമൂഹത്തിൽ ലോകത്തു തന്നെയും ജീവനുകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ അനാവശ്യമായ കൊലപാതകവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ്. ഒരു ഭാഗത്ത് തായ്ലാൻഡിൽ കുറെ കുഞ്ഞുമക്കൾ അവരുടെ കോച്ചിനോടൊപ്പം ഗുഹാമുഖത്തെത്തിപ്പെടുകയും ആ ഗുഹക്കുള്ളിലാവുകയും പിന്നീട് കാലാവസ്ഥയുടെ ചില പ്രത്യേകമായ അവസ്ഥയിൽ അതിനകത്ത് കുടുങ്ങപ്പെടുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടാവുകയും ലോകം മുഴുക്കെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ആ ഗവൺമെന്റിന്റെയും മറ്റു അന്താരാഷ്ട്ര ഏജൻസികളുടെയും ഒക്കെയും ശ്രമഫലമായി ആ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടുകയും ചെയ്ത സംഭവങ്ങൾ നമ്മൾ സന്തോഷത്തോടെ ഓർക്കുകയാണ്. അവിടെയും ഒരു ജീവൻ കൊടുക്കലുണ്ട്. സ്വന്തം ജീവനെ അതിനെ ത്യജിച്ചുകൊണ്ടാണ് മറ്റൊരുത്തനെ ശ്വസിക്കാൻ, മറ്റൊരുത്തന് ശ്വാസം കൊടുക്കാൻ തൻ്റെ ശ്വാസത്തെ മാറ്റിവെച്ചുകൊണ്ട് ജീവൻ പൊലിഞ്ഞുപോയ ഒരു സഹോദരന്റെ ജീവിതവും അവിടെ നമുക്ക് കാണാനാവും. അതെല്ലാം ഓർത്തുകൊണ്ട് തന്നെ പറയുകയാണ്, മനുഷ്യജീവന്റെ അപാരമായ വലിപ്പത്തിന്, അതിൻ്റെ ബഹുമാന്യതക്ക്, അതിൻ്റെ ആദരവിന് വിശുദ്ധ ഇസ്ലാം നൽകുന്ന പ്രാധാന്യം ചെറുതല്ല. ഇന്ന് നമ്മൾ ഈ ചർച്ചകൾക്കിടം കൊടുക്കേണ്ടി വരുന്നതിന് പ്രധാനപ്പെട്ട കാരണം, ഒരു ഭാഗത്ത് ലോകം ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുമ്പോഴും മറുഭാഗത്ത് ജീവനെ ഹനിക്കുന്നതിൽ യാതൊരു ദാക്ഷിണ്യവും യാതൊരു മാനദണ്ഡവും ഉപയോഗിക്കുന്നില്ല എന്നിടത്താണ്. കേരളത്തിൽ സമീപകാലത്ത് നടന്ന ഒരു ക്യാമ്പസ് കൊലപാതകമുണ്ട്.
ക്യാമ്പസ് കൊലപാതകം മാത്രമാണ് ഈ നാട്ടിൽ നടന്നിട്ടുള്ളൂ എന്നതുകൊണ്ടല്ല ഞാനിത് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും അത് നടക്കുമ്പോൾ പ്രതിപക്ഷത്ത് നിൽക്കുന്നതും വാദിപക്ഷത്ത് നിൽക്കുന്നവരും അത്രമേലത്ര നല്ലതൊന്നുമാണ് എന്ന് ഞാനും ആഗ്രഹിക്കുകയോ സൂചിപ്പിക്കുകയോ ചെയ്യുന്നില്ല. എത്രയോ വെട്ടുകൾ പലപ്പോഴായി നടത്തുകയും ആ വെട്ടുകളുടെ എണ്ണത്തെക്കുറിച്ച് മാത്രം കേരളം ഒരുപാട് ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇത്തരം ആളുകളുടെ വിഷയത്തിൽ. പക്ഷെ ഇവിടെ മറ്റൊന്ന് കാണേണ്ടി വരുന്നത്, ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ, ഈ കൊലപാതകം നടക്കുമ്പോൾ, വളരെ നിർഭാഗ്യകരമായ ആ കൊലപാതകത്തിൻ്റെ പ്രതികരണങ്ങൾ വരുമ്പോൾ ചില ഇടങ്ങളിൽ നിന്ന് കേട്ട ചില രഹസ്യമായിട്ടുള്ള ചില ന്യായീകരണങ്ങളുണ്ട്. ആ ന്യായീകരണങ്ങൾ പ്രതിരോധത്തിനു വേണ്ടിയാണ് കൊന്നത് എന്നർത്ഥത്തിലുള്ള ന്യായീകരണങ്ങളാണ്. ആ ന്യായീകരണങ്ങളുടെ പക്ഷം പിടിക്കുന്നത് ഇസ്ലാമിനെയാണ് എന്നതിൻ്റെ മുമ്പിൽ നിന്നാണ് നമുക്ക് ഈ വിഷയം അങ്ങനെ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ഇസ്ലാമിനെ ആ ഭാഗത്ത് പിടിച്ചു നിർത്തിയിട്ട് പറയുന്നു, പ്രതിരോധം എന്നത് പറയുന്നത് അനിവാര്യമായി നടക്കേണ്ട ഒന്നാണത്രേ. അതുകൊണ്ട് ആ പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടാണ് കൊലപാതകം നടന്നത് എന്ന ന്യായീകരണങ്ങൾ ഉണ്ടാകുന്നു. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളോട് പറയുന്നു, ഏതൊരു ഇരുട്ടിൻ്റെ ശക്തികളാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങളുടെ സായുധ കലാപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെങ്കിലും അത് ലോകത്ത് എവിടെയും നടക്കപ്പെട്ട പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ പരാജയമാണ് എന്ന് മനസ്സിലാക്കുക. അതിന് കർമ്മശാസ്ത്രത്തിൻ്റെ പിന്തുണയില്ല, അതിന് മതത്തിൻ്റെ ശരിയായ പാരമ്പര്യത്തിൻ്റെ പിന്തുണയില്ല. അല്ലെങ്കിലും അത്രമേൽ പ്രാകൃതമാകാൻ ഇങ്ങനെയാണ് മതത്തിന് സാധ്യമാകുന്നത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഒരിക്കൽ പറഞ്ഞിരുന്നു, സിറിയയിൽ കലാപങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ആ കലാപത്തിൻ്റെ നേരിയ കാറ്റും കോളും സിറിയയുടെ അന്തരീക്ഷത്തിലേക്ക് കടന്നു വരുന്നുവെന്ന് കണ്ടപ്പോൾ ദമസ്കസ് പട്ടണത്തിലെ പ്രശസ്തമായ പള്ളിയിൽ നിന്നൊരു മഹാപണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട വിശ്വാസി സഹോദരന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞിരുന്നു, ഞാൻ നിങ്ങളോട് പേർത്തും പറയുകയാണ്. അദ്ദേഹം പറയുന്നു അങ്ങനെ തന്നെ, ഖുൽതു സുമ്മ ഖുൽതു. അദ്ദേഹം അങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ഉറച്ചു പറയുന്നു, ഈ സായുധ കലാപങ്ങളും ഈ പോരാട്ടങ്ങളും അവസാനം സിറിയയെ കൊണ്ടെത്തിക്കുന്നത് അതിഭീകരമായിട്ടുള്ള നിണമണിഞ്ഞ പ്രഭാതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന വിധത്തിലേക്ക് ഭീകരമായ ദിനരാത്രങ്ങളാകും. അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഇന്നീ ശാന്തമായ സിറിയയിൽ, ഈ വിശുദ്ധമായ മസ്ജിദിൻ്റെ അകത്തളങ്ങളിൽ നമ്മുടെ കുഞ്ഞുമക്കൾ നിർഭീതരായിരിക്കുന്നത് പോലെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയല്ലാതെ പോകുന്നൊരു സാഹചര്യം സിറിയയിൽ സംഭവിച്ചു പോകുമോ എന്ന് ഞാൻ ഭയക്കുന്നു. സായുധ കലാപങ്ങൾ കൊണ്ടെന്തെങ്കിലും നടക്കുമെന്നാണെങ്കിൽ സിറിയ ഇന്ന് ഭരണകൂടത്തിൻ്റെ നന്മയെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഭരണകൂടം അത്ര നല്ലതാണെന്നൊന്നുമല്ല ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, പക്ഷെ ഒന്നുണ്ട്, ആ ഭരണകൂടത്തിൻ്റെ തണലിലും നമസ്കരിക്കാനും നോമ്പു നോക്കാനും സക്കാത്ത് കൊടുക്കാനും ഇസ്ലാമികമായ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് ജീവിക്കാനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടാകുമ്പോൾ ആ ഭരണകൂടത്തിനെതിരായി സായുധ കലാപം നടത്താൻ നിങ്ങളെ ഇസ്ലാം അനുവദിക്കുന്നില്ല, മുഹമ്മദ് നബി അനുവദിക്കുന്നില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അദ്ദേഹം വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ വിശുദ്ധമായ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹം മഹാരഥന്മാരായ പണ്ഡിതന്മാരെ ഉദ്ധരിച്ചുകൊണ്ടാണ്, മഹാനായ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലെ അതീവ പ്രജ്ഞനായ മഹാപണ്ഡിതൻ മഹാനായ ഇമാം നവവിയെ പോലെയുള്ള പണ്ഡിതന്മാരെ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഈ സായുധ കലാപം ഇസ്ലാമിക വിരുദ്ധമാണ്. ഈ സായുധ കലാപം കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും നേടുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ ആശിക്കുന്നില്ല. മറിച്ച് ഇതുണ്ടാക്കിയെടുക്കുന്നത് ഭീകരമായ ദിനരാത്രങ്ങൾ സമ്മാനിക്കപ്പെടലാണ്. ആ മനുഷ്യൻ പരിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണം നടത്തിയ ക്ലാസ് അദ്ദേഹം തന്നെ നടത്തുന്ന അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലെ, അദ്ദേഹത്തിൻ്റെ പള്ളിയിലെ അദ്ദേഹം നടത്തുന്ന ക്ലാസ്സിലേക്ക് ബോംബിട്ടുകൊണ്ടാണ് ഇസ്ലാം സംരക്ഷകരെന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുറേ ശിഷ്യന്മാരെയും ഒന്ന് കൊന്നുകളഞ്ഞത്. പലപ്പോഴും ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ചില സഹോദരന്മാർ അങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത് നമുക്ക് തന്നെയും അനുഭവമാണ്. ഈ വിനീതൻ ഇത് സംബന്ധമായി ഒരു വാളിൽ ഫേസ്ബുക്കിലിട്ടപ്പോൾ ചില സഹോദരന്മാരിൽ ചിലർ എഴുതിയിരുന്നത് ഞാൻ തന്നെ ഓർക്കുന്നു, ഇവൻ ഇസ്ലാമിൻ്റെ ശത്രുവാണ്. കാരണം അമേരിക്കയിൽ പോയ ആളാണത്രേ, അമേരിക്കയിൽ നിന്ന് പഠിച്ചു വെച്ചിട്ടുള്ളതാണ് പറയുന്നത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഉണർത്തിക്കൊണ്ട് പറയുന്നു, ഞാനതിൽ ഭയക്കുന്നില്ല. ഒരുപക്ഷെ മഹാനായ ഷെയ്ഖ് റമദാനുൽ ബൂത്തി എന്ന് പറയുന്ന മഹാപണ്ഡിതന് സംഭവിച്ചത് സംഭവിച്ചാലും ഇത് നമ്മുടെ ധർമ്മമാണെന്ന ബോധ്യത്തോടുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ പ്രതിരോധം എന്ന പേരിൽ നടക്കുന്ന ഇസ്ലാമിക ന്യായീകരണം ഒരിക്കലും പരിശുദ്ധ ഇസ്ലാമിൻ്റെ പാരമ്പര്യത്തിന് നിരക്കുന്നതോ
വിശുദ്ധ ഖുർആനിനെയും വിശുദ്ധ ഇസ്ലാമിന്റെ വിശുദ്ധ വചനങ്ങളെയും അത് സംബന്ധിയായി പഠിക്കുകയും അതു സംബന്ധമായി ഗവേഷണം നടത്തുകയും ചെയ്ത മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ ഫിഖ്ഹിന് അനുയോജ്യമോ അല്ല. സത്യത്തിൽ ഈ ചെറുപ്പക്കാർക്ക് ക്ലാസ് എടുക്കുന്ന പലരെയും പലപ്പോഴും അവരുടെ ചില രഹസ്യ സങ്കേതങ്ങളിൽ നിന്ന് യൂട്യൂബുകൾ വഴി കാണേണ്ടി വരുമ്പോൾ വളരെ വേദനയോടെ ഓർത്തുപോകുന്നത് അവരെപ്പോഴും പറയുന്നത് പണ്ഡിതന്മാരെ നിരാകരിക്കണം എന്നാണ്. അതേ, നിങ്ങൾക്ക് അങ്ങനെ പറയാൻ സാധിക്കൂ. പണ്ഡിതന്മാരെ നിരാകരിച്ചാൽ മാത്രമേ ഈ സമൂഹത്തിൽ കലാപമുണ്ടാക്കാൻ കഴിയൂ. ഈ സമൂഹത്തിൽ പലപ്പോഴും കുഴപ്പമുണ്ടാക്കണമെങ്കിൽ പണ്ഡിതന്മാർ ഉദരപൂർത്തീകരണത്തിന് വേണ്ടി മാത്രം ഇരിക്കുന്നൊരു വിഭാഗമാണെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കണം. ഈ പണ്ഡിതന്മാരുടെ സംഭാവനകളെ കുറിച്ച് ഓർക്കണം. കേരളത്തിലെ മുസ്ലിങ്ങൾ ഈ വലിപ്പങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നിങ്ങൾ നോക്കൂ, കേരളത്തിലെ ഒരുപാട് വ്യത്യസ്തമായ ഇസ്ലാമിക ജ്ഞാന സൗധങ്ങൾ ഈ പണ്ഡിതന്മാർ അവരുടെ രാത്രിയും അവരുടെ പകലും അശ്രാന്ത പരിശ്രമത്താലും പ്രാർത്ഥനയാലും മാത്രം ഉണ്ടാക്കിയെടുത്തതാണ്. ഈ നാട്ടിലെ മുസ്ലിമീങ്ങൾ, ഈ നാട്ടിലെ മുഅ്മിനീങ്ങൾ, ഈ നാട്ടിലെ ഇതര മതവിഭാഗങ്ങളിൽപ്പെട്ട സഹോദരന്മാരും അവരോടൊപ്പം ചേർന്നു നിൽക്കുന്നതാണ്. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്നും ജാമിയ നൂരിയ അറബിയ എന്നും കേരളത്തിലെ വിശാലമായി നിൽക്കുന്ന എല്ലാ സംഘടനകളും നടത്തിയിട്ടുള്ള ഇസ്ലാമിക പ്രവർത്തനങ്ങളുടെയും ഒക്കെ എല്ലാത്തിൻ്റെയും ഉള്ളിൽ നാം കാണുന്നത്. എന്നിട്ട് ഈ പണ്ഡിതന്മാരെ മുഴുവനും ഉദരപൂർത്തീകരണത്തിന് വേണ്ടി മാത്രം നടക്കുന്നവരും അവർക്കൊരിക്കലും ഇങ്ങനെ ജിഹാദിനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കോ സാധ്യമാകാത്ത പേടി കൊണ്ടാണ് അവരിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കുകയും ചെയ്യുമ്പോൾ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയെ ഞാൻ ഓർത്തുപോവുകയാണ്. ഒരിക്കൽ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് പറയുന്നുണ്ട്, ആരോടോ ഖുർആൻ ഇരുട്ടത്ത് വെച്ച് ക്ലാസ് എടുക്കുന്നത്? പരിശുദ്ധ ഖുർആൻ തന്നെ വെളിച്ചമല്ലേ? ഖുർആൻ തന്നെ വെളിച്ചമായിരിക്കെ എങ്ങനെയാണ് അതിന് ഇരുട്ടിന്റെ കൂടെ നിൽക്കുക എന്നത് ഖുർആൻ യോജ്യമല്ലല്ലോ. അത് വെളിച്ചം പകരുന്നതാണ്. ലിയുഖ്രിജ മിനദ്ദുലുമാതി ഇലന്നൂർ. അത് ചെയ്യുന്ന പരിപാടി തന്നെയും വെളിച്ചത്തിലേക്ക്, നിതാന്തമായ വെളിച്ചത്തിലേക്ക്, ആ വെളിച്ചത്തിന്റെ സൗന്ദര്യത്തിലേക്ക് ആളുകളെ കൊണ്ടുപോവുക എന്നതാണ് ഖുർആന്റെ ധർമ്മം. ഇരുട്ടിലിരുത്തിയിട്ട് എന്തിനാണ് ഖുർആൻ ക്ലാസ് നടക്കേണ്ടത്? ഇരുട്ടിൽ നടക്കേണ്ട ബൈഅത്തല്ല ഇസ്ലാം. ഇരുട്ടിൽ നടക്കേണ്ട ജിഹാദിന്റെ പോർവീര്യമുള്ള പ്രഖ്യാപനങ്ങളുള്ള ഇസ്ലാം വെളിച്ചത്തു നടക്കേണ്ടതാണ്. എവിടെയെങ്കിലും ഒരാളെ ഒന്ന് കൊന്നു തീർക്കലോ അല്ലെങ്കിൽ ബോംബിട്ട് പോകലോ ചെയ്യാൻ ആർക്കും സാധ്യമാകും. അത് ഭീരുവിന്റെ ലക്ഷണവും കൂടിയാണ്. കാരണം സമൂഹത്തിന്റെ ഇന്നത്തെ അവസ്ഥയുടെ പ്രതിസന്ധിയുടെ മുമ്പിൽ അതിനെ അഭിസംബോധന ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ്. ഞാൻ പറയുന്നു, ആ വിഭാഗം സത്യത്തിൽ ഭീരുക്കളാണ്. കൊല്ലാൻ ഭീരുവിനാണ് സാധ്യമാവുക. കൊല്ലുന്നതിനേക്കാളും പ്രധാനമായി ആശയപരമായ അർത്ഥത്തിൽ അഭിസംബോധന ചെയ്യാൻ സാധ്യമാകുന്നിടത്താണ് ധൈര്യം. അവിടെയാണ് ധൈര്യം. ഇന്ത്യ പോലെ ഒരു ബഹുസ്വര രാജ്യത്ത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി നിൽക്കുന്നതും അതാണ്. ഇവിടെ സംവാദങ്ങൾ നടക്കട്ടെ, ഇസ്ലാമിക ആശയത്തിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് പറയാനും ആ ആശയത്തിന്റെ അതിന്റെ സൗന്ദര്യത്തിന്റെ ഉൾത്തുടിപ്പുകളെ കുറിച്ച് പറയാനും സാധ്യമാകുന്ന ധൈര്യം നമുക്കുണ്ട്. ശത്രുവിനെ കാണുമ്പോൾ നമുക്ക് പേടി തോന്നുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ആ പേടിയേക്കാൾ അപ്പുറം ഈ രാജ്യത്തിന്റെ ഇന്നലകളുടെ പാരമ്പര്യവും ഇന്നത്തെ അവസ്ഥകളെ മാറ്റിമറിക്കാൻ സാധ്യമാകുന്ന വിധത്തിലുള്ള ഉൾക്കാഴ്ചയും മുസ്ലിം സമൂഹത്തിന്റെ നല്ല നേതാക്കൾക്കുണ്ട്. സത്യത്തിൽ ഈ ചെറുപ്പക്കാർക്ക് പണ്ഡിതന്മാരോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോടോ യാതൊരു പ്രതിബദ്ധതയില്ലാതെ പോകണം എന്നാഗ്രഹിക്കുന്നവർ ഒരു കാര്യം ചിന്തിക്കണം. നമുക്ക് സംഭവിച്ച ഏറ്റവും വലിയ അപകടവും അതുതന്നെയാണ്. നാം പാരമ്പര്യത്തെ നിഷേധിക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്തൊക്കെ അബദ്ധങ്ങളാണ് ഈ സമൂഹത്തിൽ സംഭവിച്ചത്? പാരമ്പര്യമാണ് ശരിയെന്ന് നിരന്തരം നമുക്ക് പറയേണ്ടി വരുന്നത് ആ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചവർക്ക് പിഴച്ചു പോയിട്ടില്ല. അവരെന്തൊരു മനോഹരവും സുന്ദരവുമായ ഇസ്ലാമിനെയാണ് ലോകത്ത് പരിചയപ്പെടുത്തിയത്. അവർ സമാധാനം പറഞ്ഞു, അവർ നന്മ പറഞ്ഞു, അവർ സംഗീതത്തിന്റെയും നന്മയുടെയും കലയുടെയും സർഗാത്മകതയുടെയും ഒക്കെ കൂടെ നിന്നു. നിങ്ങൾ ആലോചിക്കൂ, ഇപ്പോൾ ചില ആളുകൾ വിശുദ്ധ ഖുർആനെയും ഹദീസിനെയും ഒക്കെ സ്വന്തം വ്യാഖ്യാനത്തിന് വിധേയമാക്കുമ്പോൾ സാധാരണ ആളുകൾ തന്നെ ചോദിച്ചു പോവുകയാണ്, എന്തൊരു പ്രാകൃതമാണ് ഇസ്ലാം. അവർക്ക് ഒരിക്കലും ഒന്ന് ചിരിക്കാൻ പോലും കഴിയില്ലെന്നാണോ? ഒരു അല്പം നേരം ഒന്ന് പാട്ടുപാടാൻ കഴിയില്ലെന്നാണോ? അങ്ങനെയല്ലല്ലോ ഇസ്ലാം. എത്ര പാട്ടുപാടിയാണ്, പാട്ടും മനോഹരമായ അർത്ഥത്തിലുള്ള ഗീതങ്ങളും എത്ര ചൊല്ലിയതാണ്. മുഹമ്മദ് മുസ്തഫയുടെ തിരുസദസ് പോലും അഷ്റഫുൽ ഖൽക്കിന്റെ മുമ്പിൽ ഇരുന്ന് പാട്ടുപാടിയ ഒരാൾ സയ്യിദുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനെ മദീന പള്ളിയുടെ മിമ്പറിന്റെ അടുക്കൽ കൊണ്ടുപോയി അവിടെ ഒരു പീഠമുണ്ടാക്കിയിട്ട് അവിടെ ഇരുത്തിയിട്ടാണ്
സയ്യിദുനാ ഹസ്സാൻ റളിയല്ലാഹു തആല അൻഹുവിനെ ആദരിച്ചത്. എന്നിട്ട് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടി അല്ലാഹുവിന്റെ പ്രവാചകൻ ദുആ ചെയ്തു, അല്ലാഹുമ്മ അയ്യിദ് ഹസ്സാന ബിറൂഹിൽ ഖുദുസ്. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പ്രത്യേകമായ സഹായം അല്ലാഹുവേ നീ മഹാനായ സയ്യിദുനാ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിന് നൽകണമേ എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറയുന്നു, അതൊരർത്ഥത്തിൽ പറഞ്ഞാൽ ആകാശത്ത് നിന്ന് ലഭ്യമാകേണ്ട ഒരുതരം ഉത്ബുദ്ധതയുടെയും ഒരുതരം ഇൽഹാം, ഒരുതരം റിവലേഷന്റെയും ഭാഗമാണ് പലപ്പോഴും വഹിയെങ്കിൽ അതുപോലെ തന്നെയാണ് സർഗപരതയും. ആ സർഗപരതക്കും അങ്ങനെ ഒരു ദൈവികമായ ഒരു ബന്ധമുണ്ട്. ആ ദൈവികമായ ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവും ഭൂമിയും തമ്മിൽ, അല്ലെങ്കിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള ബന്ധങ്ങളുടെ ഏറ്റവും വലിയ സേതുബന്ധനം സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ജിബ്രീലിനെ പ്രത്യേകം സഹായിക്കാൻ, ഏൽപ്പിക്കാൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അതിന് വളരെ വലിയ മനോഹരമായ ഒരു അർത്ഥമുണ്ട്. മഹാനായ സയ്യിദുനാ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഒരു കവിയായിരുന്നു, അഷ്റഫുൽ ഖൽഖിന്റെ കവി, ഹബീബിനെ കുറിച്ച് ഒരുപാട് പാട്ടുപാടിയ കവി. അങ്ങനെ പാടിയ ഒരുപാട് മഹാരഥന്മാർ. അതുകൊണ്ടാണ് സൂഫിയുടെ പർണശാലയിൽ നമ്മൾ കേട്ടത് ഖവാലി സംഗീതമാണ്. ആ ഖവാലി സംഗീതമല്ലേ ഇന്ത്യയുടെ ഇന്നത്തെ ഏകദാനയുടെ പ്രത്യേകമായ അടയാളമായി ഇന്ത്യയിലെ പ്രഗത്ഭരായ ചരിത്രകാരന്മാരും ഗവേഷകന്മാരും പറയുന്ന ഹിന്ദുസ്ഥാനി സംഗീതം പോലും. ഹിന്ദുസ്ഥാനി സംഗീതത്തെ പൂർണ്ണാർത്ഥത്തിൽ ന്യായീകരിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഖവാലി എന്ന ഗീതം അതിമനോഹരമായി ആലപിക്കപ്പെട്ടിരുന്നു മഹാരഥന്മാരായ സൂഫികളുടെ പർണശാലകൾ. ഇന്ത്യയുടെ ചരിത്രമെഴുതിയ പ്രഗത്ഭനായ A.L. ഭാഷാം അദ്ദേഹത്തിന്റെ ദ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത് കാണാം, ദ കണ്ടിന്യൂഡ് ഡിവോഷൻ ഓഫ് ദ മുസിഷ്യൻ ടു ദ സൂഫീസ്, എസ്പെഷ്യലി ടു ചിഷ്തി സൂഫീസ്, സ്റ്റിമുലേറ്റഡ് ദ സിസ്റ്റം ഓഫ് ഹിന്ദുസ്ഥാനി മ്യൂസിക്. ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ സംവിധാനങ്ങളെ വ്യവസ്ഥാപിതപ്പെടുത്തിയോടത്ത് അതീവ സാന്ദ്രമായ ആ സംഗീത മഴ മഹാരഥന്മാരായ സൂഫികളുടെ പർണശാലകളിൽ, പ്രത്യേകിച്ച് ചിഷ്തി സൂഫി വര്യന്മാരുടെ പർണശാലകളിലാണ് മുഴുകിയിരുന്നത് എന്നാണ്. അവിടെ ഇന്ത്യയുടെ ഗായകർ എത്തിയിരുന്നു. ഇന്ത്യയിലെ അതിപ്രഗത്ഭനായ ടാൻസനെ പോലെയുള്ള ഗായകർ ബറക്കത്തു തേടി എത്തിയിരുന്നത് ചിഷ്തി മശായിഖുമാരുടെ സൂഫി പർണശാലകളിലാണ്. മഹാനായ ഖാജ മുഈനുദ്ദീൻ അൽ ചിഷ്തി അൽ അജ്മീരി, മഹാനായ ബാബ ഫരീദുദ്ദീൻ സഖർഗഞ്ച്, മഹാനായ ബക്തിയാർ കാക്കി, മഹാനായ നിസാമുദ്ദീൻ ഔലിയ, ഉത്തരേന്ത്യയുടെ സർഗപരതക്കും ഉത്തരേന്ത്യയുടെ സൗമനസ്യത്തിനും ഉത്തരേന്ത്യയുടെ മതസൗഹൃദാന്തരീക്ഷത്തിനും ഏറ്റവും വലിയ സംഭാവനകൾ ചെയ്ത മഹാരഥന്മാരായ സൂഫി വര്യന്മാരാണിവർ. ഞാൻ പറഞ്ഞു വന്നത്, ഇതെല്ലാം നമ്മുടെ പാരമ്പര്യത്തിന്റെ കൂടി ഭാഗമാണ്. നമ്മുടെ രാജ്യത്ത് എന്നല്ല, വ്യവസ്ഥാപിതമായി നിൽക്കുന്ന ഒരു സമൂഹത്തിൽ എങ്ങനെ മുസ്ലിങ്ങൾ ഇടപെടണമെന്ന് ഇസ്ലാം കൃത്യമായി വ്യാഖ്യാനിച്ചു പറഞ്ഞു തന്നതാണ്. അതിന് കർമ്മശാസ്ത്രത്തിനൊരു രേഖയുണ്ട്. കർമ്മശാസ്ത്രം അത് വിശദമാക്കി പറയുന്നുണ്ട്. ഒരായത്ത് കൊണ്ടല്ല, ഒരുപാട് ആയത്തുകളെ ചേർത്ത് വച്ചിട്ട് വിശുദ്ധ ഖുർആനിന്റെ ആശയതലത്തെ എങ്ങനെയാണ് പറയേണ്ടതെന്ന് പഠിക്കാൻ മഹാരഥന്മാരായ മുൻഗാമികളായ ഫുഖഹാ ശ്രദ്ധിക്കുകയും അവരാ വിഷയ സംബന്ധമായി അത്തരത്തിലുള്ള ഗവേഷണ പഠനങ്ങൾ നടത്തുകയും ചെയ്തു. സംഭവിച്ചൊരബദ്ധം ഞാൻ വീണ്ടും പറയുന്നു. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിനെയും വിശുദ്ധ വചനങ്ങളെയും തന്റെ ബുദ്ധിയിൽ തോന്നിയതുപോലെ വ്യാഖ്യാനിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടവന്റെ അപകടം ഇനിയും തിരിച്ചറിയേണ്ടത് ഈ ഉമ്മത്ത് അനിവാര്യമായി തിരിച്ചറിയേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഒരായത്ത് കൊണ്ടോ ഒരു ഹദീത്ത് കൊണ്ടോ അല്ല ഇസ്ലാമിനെ വ്യാഖ്യാനിക്കേണ്ടത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നുണ്ട്, നബിയെ, നമ്മുടെ സമൂഹത്തിൽ ഒരു പുതിയ കാര്യമുണ്ടാകുന്നു എന്ന് വന്നാൽ അത് വിശുദ്ധ ഖുർആനിന്റെയും വിശുദ്ധ വചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ആ വിഷയ സംബന്ധമായി പറയാൻ കഴിയാത്ത വിധം അതൊരു പുതിയ കാര്യമായാൽ എന്താണ് പ്രവാചകരെ ആ കാര്യത്തിൽ ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നത് കാണാം. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമയത്ത് പറയുന്നുണ്ട്, അങ്ങനെയെങ്കിൽ അലി, ഉലമാക്കളാകുന്ന ഈ സമുദായത്തിലെ വിശുദ്ധരും ഭക്തരുമായ ഉലമാക്കളോട് നിങ്ങൾ ആ വിഷയ സംബന്ധമായി മുഷാവറ ചെയ്യുക. അവരാണ് നിങ്ങൾക്ക് കാര്യങ്ങളെ പറഞ്ഞു തരേണ്ടത്. ആ പണ്ഡിതന്മാർ, ഫുഖഹാക്കൾ, മഹാനായ സയ്യിദുനാ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച പ്രയോഗം തന്നെ അതാണ്. നബി തിരുമേനി ഇങ്ങനെയാണ് കാണാം. സയ്യിദുനാ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, നബിയെ, അങ്ങനെ സംഭവിച്ചാൽ ഖുൽതു യാ റസൂലല്ലാഹ് ഇന്ന സലബിനാ അംറുൻ ലൈസ ഫീഹി ബയാനു അംദിൻ വലാ നഹീൻ. ഇന്ന സലബിനാ അംറുൻ,
നമുക്കിടയിൽ ഒരു പുതിയ കാര്യമുണ്ടായാൽ ആ വിഷയ സംബന്ധമായി ഒരു വിശദീകരണം ഖുർആനിന്റെയോ ഹദീസിന്റെയോ നേരിട്ടുള്ള അതിന്റെ വ്യാഖ്യാനത്തിൽ കാണാൻ സാധിക്കുന്നില്ല. നേരിട്ടുള്ളത് എന്ന ആ വാക്കിന് ഞാൻ അടിവരയിട്ട് പറയുന്നു. ചില കാര്യങ്ങളെ നേരിട്ടു കാണാൻ സാധിക്കാതെ പോകുന്നു എന്നതിന്റെ അർത്ഥം അതു സംബന്ധമായ ഒരു വിശദീകരണവും ഖുർആൻ നടത്തിയിട്ടില്ലെന്നല്ല, പക്ഷെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം എന്നില്ല. അതുകൊണ്ടാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചോദിച്ചത്. നഹിയും അംറുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ ഒരു പരാമർശം വരാത്തൊരു കാര്യം അതു സംബന്ധമായി ഉണ്ടായാൽ ഫീമത ഉമുറുനാ യാ റസൂലല്ലാഹ്, അവിഷയ സംബന്ധിയായി എന്താണങ്ങ് ഞങ്ങളോട് കൽപ്പിക്കുന്നത് നബിയെ എന്നായിരുന്നു ചോദ്യം. ഖാല, അപ്പോൾ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ശാവിറു ഫീഹിൽ ഫുഖഹാ, ഫുഖഹാക്കളുമായിട്ടാണ് നിങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടത്. നിങ്ങൾ ഫഖീഹുകളെ അന്വേഷിക്കൂ, നിങ്ങൾ അവരോട് മുഷാവറ ചെയ്യൂ, അവർ പറഞ്ഞു തരട്ടെ. വലാ തംലു ഫീഹി റഅയ ഖാസ്സ, ആ സമയം നിങ്ങൾ പ്രത്യേകമായ ഒരു അഭിപ്രായം ഉണ്ടാക്കി അതിന്റെ പിന്നാലെ പോകാതിരിക്കലാണ് എന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഈ ഹദീസിനെയും ആയത്തിനെയും ഒക്കെ വിശദീകരിച്ചവർ മഹാരഥന്മാരായ ഉലമാക്കൽ മുഫസ്സിരീങ്ങൾ. മഹാനായ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്നെ പറയുന്നത് കാണാം, അഹ്ലുൽ ഇൽമുമായി ചോദിക്കുക എന്നത് അയിമ്മത്തിന് അഥവാ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായ ഒരു മുസ്ലിം ഭരണാധികാരിക്ക് നിർബന്ധമാണ്. ഇല്ലെങ്കിൽ അയാളെ തന്നെ മാറ്റേണ്ടി വരും എന്നർത്ഥത്തിൽ മഹാരഥന്മാരായ മുഫസ്സിരീങ്ങൾ ഇത് വിശദീകരിക്കുന്നത് കാണാം. അതാണ് വിശുദ്ധ ഖുർആനും പറഞ്ഞത്, വലൗ റദ്ദൂഹു ഇലർ റസൂലി വ ഇലാ ഉലിൽ അംരി മിൻഹും, അല്ലാഹുവിന്റെ പ്രവാചകനിലേക്കും പ്രവാചകനു ശേഷം നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധമായ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ ദീനിനെ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ഉലുൽ അംർ. ഉലുൽ അംർ എന്ന് പറയുന്നത് മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത് ആ ഉലുൽ ഇൽമാണ്, അഥവാ ജ്ഞാനമുള്ള വിഭാഗമാണ്. ആ ജ്ഞാനമുള്ള വിഭാഗത്തിന്റെ അടുക്കലേക്ക് അവർ ഈ വിഷയത്തെ മടക്കിയാൽ അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ലഅലിമഹു അല്ലദീന യസ്തംബിതൂനഹു മിൻഹും, അവരുടെ കൂട്ടത്തിൽ നിന്ന് കാര്യങ്ങളെ ഗവേഷണം ചെയ്ത് പഠിച്ചറിഞ്ഞ് അതിനെ മനസ്സിലാക്കാൻ കഴിയുന്ന വിഭാഗത്തിന് ആ കാര്യം മനസ്സിലാകും എന്നാണ് വിശുദ്ധ ഖുർആൻ. ലഅലിമ, അല്ലാഹു പറയുന്നു, ലഅലിമഹു അല്ലദീന യസ്തംബിതൂന, ഇസ്തിംബാത്ത് ചെയ്യാൻ കഴിയുന്നവർ. എന്താണ് ഇസ്തിംബാത്ത്? നേർക്കുനേരെ കിട്ടാത്തത്, നേർക്കുനേരെ പരിശുദ്ധ വചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യം, എന്നാൽ ആ വചനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അതിനെ ഗവേഷണം ചെയ്ത് നിരന്തരവും നിതാന്തവുമായ അർത്ഥത്തിലുള്ള ഗവേഷണ പഠനങ്ങൾ നടത്തി അതിൽ നിന്ന് കിട്ടുന്ന ആ ജ്ഞാനത്തെ അങ്ങനെ വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കാൻ കഴിവുള്ളവരാണ് ഈ പറയുന്ന ആളുകൾ. അത് മഹാന്മാരായ മുൻഗാമികൾ മുതൽ നമ്മുടെ പണ്ഡിത ശൃംഖലയുടെ പാരമ്പര്യത്തിൽ നമുക്കത് കാണാൻ സാധ്യമാകും. ചില കാര്യങ്ങളെ ഒരുപാട് പഠിക്കേണ്ടി വരും, ചില കാര്യങ്ങളെ അങ്ങനെ ഗവേഷണം ചെയ്യേണ്ടി വരും. മഹാനായ സയ്യിദുനാ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ഇങ്ങനെ ചോദിക്കപ്പെടുന്നുണ്ട്, മുസ്ലിം ഉമ്മത്തിലെ പണ്ഡിതന്മാർ അല്ലെങ്കിൽ ഉമ്മത്തിന്റെ ഇജ്മാ അത് നിർബന്ധമാണ് എന്നതിന് എന്തു തെളിവാണ് ഷാഫി പറയാനുള്ളത് എന്ന് ചോദിക്കപ്പെട്ടപ്പോ മഹാനായ ഇമാം ഷാഫിയെ തങ്ങളെ കുറിച്ച് ഇമാം റാസി തന്നെ പറയുന്നത് കാണാം. ഏതാണ്ട് 300 പ്രാവശ്യം വിശുദ്ധ ഖുർആനിന്റെ ആഴങ്ങളിൽ മുങ്ങിത്തപ്പി മഹാനായ സയ്യിദുനാ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. എന്നിട്ട് അവസാനം ഖുർആനിൽ ഒരു ആയത്തെടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ ആയത്ത് മതി ലോകത്ത് മുസ്ലിം സമൂഹത്തിന്റെ ഈ ഉമ്മത്ത് ഏകോപിതമായ ഒരു അഭിപ്രായം പറഞ്ഞാൽ ആ ഏകോപിതാഭിപ്രായങ്ങൾ നിർബന്ധമായും പാലിക്കണം എന്നതിന് മാനദണ്ഡവും തെളിവും ഇതാണ് എന്ന് സയ്യിദുനാ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറ. ഈ ആയത്ത് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞു, വമൻ യുശാഖിഖിർ റസൂൽ, അല്ലാഹുവിന്റെ റസൂലിനോട് എതിര് കാണിച്ചാൽ, മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, വെളിച്ചം അയാൾക്ക് ലഭ്യമായതിനു ശേഷം, എന്നിട്ടോ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളല്ലാത്തവരുടെ പാന്താവിനെ പിന്തുടരുകയും ചെയ്താൽ, നുവല്ലിഹി മാ തവല്ല, അവൻ പോകുന്ന വഴിയെ തന്നെ അവനെ കൊണ്ടുപോകും, വനുസ്ലിഹി ജഹന്നം, എന്നിട്ട് അവനെ നാം നരകത്തിലേക്ക് ചേർക്കുകയും ചെയ്യും എന്നാണ് പരിശുദ്ധ ഖുർആൻ. ഈ ആയത്ത് നേർക്കുനേരെ എന്താണ് ഇജ്മാ എന്ന് പറയുന്നില്ല, എവിടെയാണ് ഇജ്മാ എന്നൊരു വാക്കുപോലും ഈ ആയത്ത് ഉച്ചരിക്കുന്നില്ല. പക്ഷേ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, ഇതാണ് തെളിവ്. എന്തുകൊണ്ടെന്നാൽ ഇതിൽ സത്യവിശ്വാസികളുടെ പാന്താവല്ലാത്ത മാർഗം അവലംബിക്കുന്നവൻ നരകത്തിലേക്ക് തന്നെ ചേരുന്നവനാകുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആ ആശയാടിത്തറ രൂപീകരിക്കുന്നിടത്ത് ഇമാം ഷാഫി പലവട്ടം പരിശുദ്ധ ഖുർആൻ
ഖുർആനിനെ ഇങ്ങനെ നിരന്തരമായി പാരായണം ചെയ്യുകയും ആലോചനാ നിമഗ്നനാവുകയും ചെയ്തു എന്ന് ഇമാം റാസി ഇമാം ഷാഫിയെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് നാം തഫ്സീറുൽ കബീറിൽ, അതായത് ഇമാം റാസിയുടെ കിതാബ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ നമുക്ക് കാണാൻ സാധ്യമാകുന്നുണ്ട്. ഞാൻ പറയുന്നത് ഈ അർത്ഥത്തിൽ പണ്ഡിതന്മാരിൽ നിന്ന് പഠിക്കേണ്ടതിന് പകരം പണ്ഡിതന്മാരെ അവഗണിക്കുകയും എന്നിട്ട് സ്വയം ചില ചിന്തകൾ രൂപീകരിക്കുകയും ചെയ്യുന്നു എന്നതാണ്. ഒരു ദിവസത്തിന്റെ കൊലപാതകത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയല്ല ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഇത് പറയുന്നത്. മറിച്ച് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി കാണിക്കുന്ന ആ അർത്ഥത്തിലുള്ള ഇസ്ലാമിക ന്യായീകരണം, ആ ന്യായീകരണം ഒരിക്കലും ഇസ്ലാമികമല്ല. കാരണം ഒരു മനുഷ്യനെ ഓടിച്ചിട്ട് പിടിച്ചു കൊല്ലാനോ അല്ലെങ്കിൽ അർത്ഥത്തിൽ കൊലക്ക് വേണ്ടി ആവശ്യമാകുന്ന അത്തരം തയ്യാറെടുപ്പ് നടത്തുകയോ ചെയ്യുന്നതല്ല സുയാൽ എന്ന പേരിൽ ഇസ്ലാം പറയുന്നത്. മറിച്ച് അത് ചില അനിവാര്യതകളിൽ, അതും വ്യവസ്ഥാപിതമായി നിൽക്കുന്ന സമൂഹത്തിന്റെ പോരാട്ടങ്ങളിൽ നടക്കേണ്ടി വരുന്ന ഒന്നാണ്. അതു സംബന്ധമായി പരിശുദ്ധ ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അതെങ്ങനെ എപ്പോ എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്ത്യയുടെ ഭരണഘടനയുടെ ഭാഗമായി, ഇന്ത്യയുടെ നിയമഭാഗത്ത് നിൽക്കുന്ന ഇന്ത്യൻ പീനൽ കോഡിന്റെ ഭാഗമായി സത്യത്തിൽ പ്രൈവറ്റ് ഡിഫൻസ് എന്നൊന്നുണ്ട്. അതായത് ഒരാളെ നേരെ മറ്റൊരാൾ ആക്രമിക്കുകയും ആ ആക്രമണത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ പരസ്പരമുള്ള നിരന്തരമായ പോരാട്ടത്തിന്റെ ഇടയിൽ തന്റെയോ തന്റെ സ്വത്തിന്റെയോ തന്റെ ബന്ധുവായ അല്ലെങ്കിൽ തന്നോട് അടുത്തു നിൽക്കുന്ന ഒരാളുടെയോ സുരക്ഷിതത്വത്തിനു വേണ്ടി ഒടുക്കം അയാൾ അബദ്ധരൂപേണ നേർക്കുനേരെയുള്ള പോരാട്ടത്തിൽ മറ്റേയാൾ കൊല്ലപ്പെടുന്നു എന്ന് വന്നാൽ ആ കൊല്ലപ്പെടുന്നത് കൃത്യമായി ഇന്ത്യയുടെ നിയമരേഖയുടെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചതിനു ശേഷം അയാൾക്കൊരുപക്ഷെ കുറ്റമുക്തമാകുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ കഴിയുന്ന വിധം ഇന്ത്യൻ പീനൽ കോഡ് ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഇന്ത്യയുടെ പീനൽ കോഡിന്റെ 106 എന്ന് പറയുന്ന നമ്മുടെ ഈ സെക്ഷൻ ഏതാണ്ട് 96 മുതൽ 106 വരെയുള്ള സെക്ഷൻസ് അത് കൃത്യമായി അതിന്റെ നിബന്ധനകൾ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് പരിശുദ്ധ ഇസ്ലാം അതിന്റെ കർമ്മശാസ്ത്രത്തിൽ ഇത് സംബന്ധമായി പറയുന്നത്. അതിൽ കേട്ട ഏതോ ഒരു ചെറിയ ഒരായത്തും അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള എന്തോ ഒന്നും വെച്ച് ഇസ്ലാമിക സമൂഹത്തിന്റെ മുഴുവൻ നാണക്കേടിന് വിധേയമാകാവുന്ന വിധം പ്രതിരോധം എന്ന് പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ വരരുത്. കാരണം ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് നമ്മുടെ പാരമ്പര്യം വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവർക്ക് കർമ്മശാസ്ത്രം അറിയാമായിരുന്നു. അവർക്ക് ഇസ്ലാമിക വിഷയങ്ങളെ സംബന്ധിച്ച് അതിനെങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന് അതു സംബന്ധമായുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്ന മഹാരഥന്മാരായിരുന്നു. അവർ ഈ നാട്ടിൽ എങ്ങനെയാ ജീവിച്ചത്? അല്ലെങ്കിലും എങ്ങനെയാണ് ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തോട് ഒട്ടി നിന്നുകൊണ്ട് തന്നെയല്ലേ ന്യൂനപക്ഷ സമൂഹത്തിന് ജീവിക്കാൻ സാധ്യമാകുന്ന പ്രായോഗിക മാർഗം പോലും ഉള്ളത്? അതല്ലാത്ത ജിഹാദ് എങ്ങനെയാണ് സാധ്യമാവുക? ഇവിടെ ജിഹാദ് പറയുന്ന ആളുകൾ ആലോചിക്കണം. ജിഹാദ് എന്ന് പറയുന്നതിനെ പോലും വിശുദ്ധ ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രം ഒരു കാര്യം കൃത്യമായി നിബന്ധന വെക്കുന്നുണ്ട്. വ്യവസ്ഥാപിതമായ ജിഹാദ് നടക്കുന്നു എന്ന് വരിക, അവിടെ പോലും ഒരു നിർബന്ധം ഈ ഇസ്ലാമിക കർമ്മശാസ്ത്രം പറഞ്ഞു. ഷർത്തുഹു കൽ മർറത്തി, ഒരു വട്ടം എങ്കിലും അത് ചെയ്യേണ്ടി വരുന്ന നിബന്ധന അല്ലാ യകൂന ബിനാ ളുഅഫുൻ, നമുക്കിടയിൽ ളുഅഫുണ്ടാകാതിരിക്കലാണ്. നമുക്കിടയിലെ ളുഅഫിനെ കുറിച്ച് പറയാതിരിക്കലല്ലേ ഭേദം. ഇനി രണ്ടാമത് മറ്റൊന്ന് ഇങ്ങനെ പറഞ്ഞു, ഔ നഹ്വഹു, അല്ലാത്ത ചില കാര്യങ്ങൾ. എന്നിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിച്ചു. കറജാ ഇസ്ലാമിഹിം, ഇസ്ലാമിലേക്ക് ആളുകൾ വരുന്നുവെന്നോ അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് നല്ലത് ധരിക്കുന്നുവെന്നോ ഇസ്ലാമിനെ പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നോ വന്നാൽ നിങ്ങൾ അത്തരം പരിപാടികളുമായി മുന്നോട്ട് പോകാൻ പാടില്ല. സത്യം പറഞ്ഞാൽ ഇന്ന് ലോകാടിസ്ഥാനത്തിൽ തന്നെ ആലോചിച്ചാൽ ലോകം തന്നെ ഒരു ട്രീറ്റിയുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നതാണ്. എല്ലാ രാജ്യങ്ങളും തമ്മിൽ ഒരു ബന്ധമുണ്ട്. രാജ്യങ്ങൾക്കിടയിൽ രാഷ്ട്രാന്തരമായ സന്ധികളും രാഷ്ട്രാന്തരമായി നിൽക്കുന്ന നിയമരേഖകളുമുണ്ട്. ആ നിയമരേഖകളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നിടത്ത് നമുക്ക് ആ നിയമരേഖകളെ ബഹുമാനിക്കുക എന്നത് പ്രധാനമാണ്. അതുകൊണ്ടാണ് ഖുർആൻ തന്നെ പറഞ്ഞു, നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ ശത്രുക്കളിൽ ഒരു വിഭാഗം ആളുകൾ നിങ്ങളിലെ മറ്റൊരു വിഭാഗം മുസ്ലിം സഹോദരന്മാരെ ആക്രമിച്ചാൽ അവിടെ ആക്രമണത്തിന്റെ മുമ്പിൽ നിങ്ങൾ സഹായം ചോദിക്കപ്പെട്ടതിന്റെ പേരിൽ അങ്ങോട്ട് ചെല്ലുമെങ്കിൽ പോലും നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, ആ വിഭാഗം ആളുകൾ, നിങ്ങൾ എതിർക്കുന്ന വിഭാഗം ആളുകൾ നിങ്ങളുമായി കരാറിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ പോകണ്ട എന്നാണ്. കരാറ് പാലിക്കണമെന്നിടത്ത് വളരെ കൃത്യമായ നിലപാടാണ് ഇസ്ലാമിനുള്ളത്. ഒരു കരാറുണ്ടെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോ ആ കരാർ വേദനാപൂർവം സ്വീകരിക്കേണ്ടി വരുമ്പോഴും ആ വേദനാപൂർവമുള്ള സ്വീകരണവും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതാണ്. അതുകൊണ്ടാണല്ലോ ഹുദൈബിയയിലെ സന്ധി നടക്കുകയാണ്. ഞാൻ പലപ്പോഴും എന്റെ സഹോദരന്മാരെ ഉണർത്തിയതാണ്. ഹുദൈബിയ സന്ധിയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ 1400ഓളം വരുന്ന സ്വഹാബാക്കളുമായിട്ടാണ് ചെന്നു നിൽക്കുന്നത്. മക്കയിലേക്ക് പ്രവേശിക്കണം. നബി തിരുമേനിയുടെ സ്വഹാബാക്കൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ സുഹൈൽ ഇബ്നു അംർ
അള്ളാഹുവിന്റെ പ്രവാചകനെ തടഞ്ഞിട്ട് പറഞ്ഞു, ഇല്ല, നിങ്ങൾക്ക് ഈ വർഷം ഇങ്ങോട്ട് വരാൻ ഞങ്ങൾ അനുവാദം തരില്ല. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പിൽ പ്രസംഗിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഏറ്റവും അടുത്ത ശിഷ്യൻ സയ്യിദുനാ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഇവൻ അങ്ങയുടെ മുമ്പിൽ നിന്ന് ഇത്രമേൽ ധൈര്യത്തോടെ പ്രസംഗിക്കുമ്പോൾ നമ്മൾ 1400 പേരുണ്ട്, നമുക്ക് യുദ്ധം ചെയ്തുകൂടെ? നമുക്ക് ഇയാളെ മക്കയിലെ മുഴുവൻ ആളുകളെയും തോൽപ്പിച്ചെടുത്ത് ജയിച്ചങ്ങ് ചെല്ലാൻ പാടില്ലേ? എന്തിനാണ് അങ്ങ് ഇങ്ങനെ നിൽക്കുന്നത്? അപ്പോഴും സുഹൈലിന്റെ നേരെ പുഞ്ചിരിക്കുകയാണ് മുഹമ്മദ് നബി. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുകയാണ്, സുഹൈൽ, എന്തൊരു നല്ല പേരാൻ! ഈ നാട്ടിലൊക്കെ എന്തെങ്കിലും നടക്കുമ്പോഴേക്കും നേരെ തക്ബീർ വിളിച്ചിറങ്ങുന്നതിന് മുമ്പ് ആലോചിക്കണം, എന്താണ് മുഹമ്മദ് നബിയുടെ ഡിപ്ലോമാസ്, എന്താണ് മുഹമ്മദ് നബിയുടെ ഡിപ്ലോമസി? അള്ളാഹുവിന്റെ പ്രവാചകൻ സുഹൈലിന്റെ കൈ പിടിച്ചിട്ട് ചോദിക്കാണ്, സുഹൈൽ, എന്തൊരു നല്ല പേര്! ആ പേരിൽ പോലും ആ അഭിധാനത്തിന്റെ സൗന്ദര്യം പോലും പ്രവാചകൻ പറയുകയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുഹൈലിനെ കേൾക്കാൻ നിൽക്കുമ്പോ സയ്യിദുനാ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം വന്നു, നബിയെ, നാം ഇങ്ങനെ നിന്ദ്യമായി നിൽക്കേണ്ടതുണ്ടോ? അങ്ങെന്താ നബിയെ ഇങ്ങനെ? അള്ളാഹുവിന്റെ പ്രവാചകനോടാണ് ചോദ്യം. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, നബിയെ, നമ്മൾ എന്തിനാണ് ഇങ്ങനെ നിന്ദ്യമായി നിൽക്കുന്നത്? ചില റിപ്പോർട്ടുകളിൽ കാണാം, അലസ്ത നബിയൻ ഹഖ, നിങ്ങൾ സത്യം തന്നെയല്ലേ ഇതൊക്കെ പറഞ്ഞത് എന്നാണ്. ഞാൻ അതിനെ പൂർണ്ണാർത്ഥത്തിലേക്ക് അർത്ഥം വെക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ ചോദ്യം ചോദിക്കുകയാണ് സയ്യിദുനാ ഫാറൂഖ്. എന്നിട്ട് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, അള്ളാഹുവിന്റെ പ്രവാചകൻ, അങ്ങ് അനുവദിച്ചാൽ സുഹൈലിന്റെ പല്ല് കുഴിച്ചിടാൻ ഞാൻ തയ്യാറാണ്. ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നുണ്ട്, ഇല്ല, ഇവിടെ ഒരു സന്ധി ചെയ്യുമെങ്കിൽ ആ സന്ധിയെ പൂർണ്ണമായ അർത്ഥത്തിൽ നാളേക്ക് നന്മയായി വരാവുന്ന അർത്ഥത്തിൽ പാലിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്നി റസൂലുള്ളാഹ്, ഇന്നി റസൂലുള്ളാഹ്, ഉമർ, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്. ലൻ യുളയ്യിഅനില്ലാഹ്, അല്ലാഹ് എന്നെ കൈവടിയില്ലെന്ന ഉത്തമമായ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് ഉമർ, ഞാൻ പറയുന്നത് കേൾക്കണമെന്ന് മഹാനായ ഫാറൂഖിനോട് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ അത് കേട്ടിട്ടും എന്നിട്ടും മഹാനായ ഫാറൂഖ് നേരെ പോകുന്നുണ്ട് അബൂബക്കറിന്റെ മുമ്പിൽ. അബൂബക്കറിനോടും ഇതേ ചോദ്യം. അപ്പൊ അബൂബക്കറും പറഞ്ഞ മറുപടി ഇതാണ്, ഇന്നഹു റസൂലുള്ളാഹ്, അത് അല്ലാഹുവിന്റെ റസൂലാണ്. ലൻ യുളയ്യിഅഹുല്ലാഹ്, ലൻ യുളയ്യിഅഹുല്ലാഹ്, അല്ലാഹു അദ്ദേഹത്തെ കൈവടിയില്ല. അതുകൊണ്ട് ഉമർ അതാണ് കേൾക്കേണ്ടത് എന്നാണ് സയ്യിദുനാ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ഞാൻ പറയുന്നത്, ഒരുപക്ഷേ നമുക്ക് തിളപ്പുണ്ടാവും, രാജ്യത്ത് കലാപമുണ്ടാകുമ്പോ, രാജ്യത്ത് വർഗീയാന്തതകൾ പരത്തുമ്പോ, രാജ്യത്തിന്റെ ഭരണകൂടം തന്നെ നമുക്ക് നേരെ ഉന്നം വെച്ചുകൊണ്ട് കാര്യങ്ങൾ നടത്തുമ്പോ നമുക്കുണ്ടാകുന്ന അർത്ഥത്തിലുള്ള ഈ തീവ്ര ചിന്തകൾ. പക്ഷേ അവിടെ ഫാറൂഖിന്റെ മുമ്പിൽ 2 മഹാരഥന്മാരായ നേതാക്കൾ എഴുന്നേറ്റ് നിന്ന് പറയുന്നത്, ഫാറൂഖ് അടങ്ങണം എന്നാണ്. ഫാറൂഖിന്റെ യുവത്വത്തിന്റെ തിളപ്പിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുന്നു. ചെറുപ്പക്കാരെ, സമൂഹത്തിലെ പണ്ഡിതന്മാർ പറയട്ടെ, സമൂഹത്തിലെ തലമുതിർന്നവർ പറയട്ടെ, ആ തലമുതിർന്നവരെ കേൾക്കാൻ കഴിയാത്ത വിധം നിങ്ങൾ അവരെ മുഴുവനും നിരാകരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അപകടകരമാണ് ഭാവി എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. മഹാനായ ശൈഖ് റമദാനുൽ ബൂത്തി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ആ മഹാനുഭാവൻ അദ്ദേഹം പറഞ്ഞതുപോലെ, നാളത്തെ സ്ത്രീയെ കുറിച്ച് എനിക്ക് ഭയമുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ്. ഇരുട്ടിന്റെ മറവിലിരുന്ന് നിങ്ങളെ ആരെങ്കിലും ആ അർത്ഥത്തിൽ പഠിപ്പിക്കുന്നുവെങ്കിൽ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ പാരമ്പര്യത്തെ പഠിപ്പിച്ചു തന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാർ അവർ പറഞ്ഞത് ഇരുട്ടിലിരുന്ന് പഠിപ്പിക്കാനല്ല, വെളിച്ചത്ത് വരട്ടെ. എന്തിനാണ് ഇരുട്ട്? ഇരുട്ടൊരിക്കലും ഒരു സമൂഹത്തിന് അഭികാമ്യമായ ഒന്നല്ല. വെളിച്ചത്തിരുന്ന് പഠിപ്പിക്കാൻ മാത്രം ധൈര്യമുള്ളതല്ലേ ഇസ്ലാം? അതിന്റെ ആശയത്തിന്റെ സൗന്ദര്യം അതല്ലേ? ആ ആശയത്തിന്റെ സൗന്ദര്യമല്ലേ എത്രയോ നൂറ്റാണ്ടുകളായി, എത്രയോ നൂറ്റാണ്ടുകളുടെ, എത്രയോ കാലങ്ങളായി ഇസ്ലാമിക സമൂഹത്തിലെ പണ്ഡിതന്മാർ ഇവിടെ പഠിപ്പിക്കുന്നു. ഈ നാട്ടിൽ വന്നവർ, ഈ നാട്ടിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ സൗന്ദര്യം പഠിപ്പിച്ചവർ, അവർ ഈ നാട്ടിലെ ഇതര മതവിഭാഗങ്ങളുമായി യോജിച്ചു ജീവിച്ചവരല്ലേ? വെളിയങ്കോട്ട പള്ളി ഉണ്ടാക്കിയ മഹാനായ ഉമർ ഖാലി തങ്ങൾ, അദ്ദേഹത്തെ സഹായിച്ചതൊരു ചോയി എന്ന് പറയുന്ന ഹിന്ദു സഹോദരനാണ്. ആ സഹോദരന് അദ്ദേഹം പിന്നെ സമ്മാനം കൊടുത്തത് അദ്ദേഹത്തിന്റെ തറവാട്ടിന്റെ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു ഭാഗം അങ്ങ് വീതിച്ചു കൊടുത്തു. അവിടെയാണ് വെളിയങ്കോട്ടുകാരനറിയാം, അവിടെയാണ് ചോയി ഒരു അമ്പലം ഉണ്ടാക്കിയത്. ചോയ്ക്ക് അമ്പലം കെട്ടാൻ അങ്ങനെ ഒരു സ്ഥലം കൊടുത്തതിന്റെ പേരിൽ ഈ മഹാനായ മനുഷ്യന്റെ ഇസ്ലാമികമായ ചിന്തക്ക് അതൊരിക്കലും എതിർപ്പുണ്ടാക്കേണ്ടതാണെന്ന് തോന്നിയിട്ടില്ല. ഏതു മനുഷ്യനാണ് അഷ്റഫുൽ ഖൽഖിന്റെ വിശുദ്ധമായ റൗലത്തു ഷരീഫയിൽ പോലും ചെന്ന് നിൽക്കുമ്പോ റൗല തുറക്കില്ലെന്ന് പറയുമ്പോ ഞാൻ തുറപ്പിക്കാം എന്റെ പ്രണയഗീതം കൊണ്ടെന്ന് പറയാൻ, എന്നിട്ട് ഹബീബിന്റെ മുമ്പിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂൽ ഞാൻ ഈ ഉംറപ്പടിക്കൽ വന്നു നിൽക്കുകയാണ്, കരഞ്ഞു കലങ്ങിയ കണ്ണോടെ ഉമർ അങ്ങയുടെ മുമ്പിലുണ്ടെന്ന് പാടി തീർക്കുമ്പോഴേക്കും ഹൃദയ കവാടം തുറക്കുന്നത് പോലെ അഷ്റഫുൽ ഖൽഖിന്റെ വിശുദ്ധമായ അവിടുത്തെ റൗലത്തു ഷരീഫ തുറപ്പിക്കാൻ മാത്രം അത്രമേൽ ആധ്യാത്മികമായ ജീവിത വിശുദ്ധിയുള്ള മഹാനായ ഉമർ ഖാലിയെ പോലെ എത്ര ആളുകൾ ഇസ്ലാമിക സമൂഹത്തിന്റെ പാരമ്പര്യത്തിലുണ്ട്. അതുകൊണ്ട് യുവ സുഹൃത്തുക്കളെ, നിങ്ങൾക്കൊരു പക്ഷേ ഇന്ത്യ രാജ്യത്തിന്റെ
ഇന്നത്തെ വേദനകളിലാണെങ്കിൽ ആ വേദനകൾ കാണുന്നവരും നെഞ്ചേറ്റുന്നവരും തന്നെയാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാർ. അർദ്ധരാത്രികളിൽ വിതുമ്പിയിരുന്ന് കരയുന്നവർ തന്നെയാണ് കേരളത്തിലെ പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാരാരും മോശക്കാരാണെന്ന് വിചാരിക്കരുത്. അവരുടെ രാവുകൾ ഈ ഉമ്മത്തിന്റെ വേദനകൾ അവർ നെഞ്ചേറ്റിയിട്ട് പ്രാർത്ഥിക്കുന്നവരാണ്. അവർ ഇസ്ലാമിക വിശ്വാസത്തിന്റെയും പ്രമാണങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഒരു കാര്യം പറയുമ്പോൾ പണ്ഡിതന്മാരെ നിരാകരിക്കൂ, നമുക്ക് ഒറ്റക്ക് പോകാമെന്ന് പറയുന്നത് എന്താണോ ഭാവി എന്ന് പറയുന്നതിന്റെ മുമ്പിൽ നാം ഭയക്കുന്നത്, ആ ഭാവി ശുഭകരമാവില്ല, ഒരിക്കലും ശുഭകരമാവില്ല. അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഈ മതപരമായ വൈവിധ്യങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് മുസ്ലിമായി ജീവിക്കാൻ, ഇസ്ലാമികമായ ജീവിതം നയിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് സാധ്യമാകണം. അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ. ഇതൊരു നസീഹത്ത് മാത്രമാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു സമൂഹത്തെ മോശമാക്കി ചിത്രീകരിക്കാനല്ല. ഇന്ത്യയിലോ കേരളത്തിലോ ഇതിനു മുമ്പ് ഒരു കൊലപാതകം നടന്നിട്ടില്ല എന്ന് പറയാനുമല്ല. ഈ നാട്ടിൽ ഒരുപാട് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഈ കൊലപാതകത്തെ ന്യായീകരിക്കാൻ വേണ്ടി കണ്ടിട്ടുള്ള അത്തരം ന്യായീകരണങ്ങൾ അബദ്ധം മാത്രമല്ല, അപകടം മാത്രമല്ല, ഭാവിയുടെ ഭീകരമായ നാളുകളെ നിങ്ങൾ നേരിട്ട് ക്ഷണിക്കുകയാണ് എന്നിടത്തു നിന്നുകൊണ്ടാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഉണർത്താൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കാരണവന്മാർ ശ്രദ്ധിക്കണം. നിങ്ങളുടെ കുഞ്ഞുമക്കൾ ഏതെങ്കിലും ഇരുട്ടിരുന്ന് എന്തെങ്കിലും പഠിക്കുന്നു എന്ന് വന്നാൽ ഇരുട്ടല്ല, ഇസ്ലാം വെളിച്ചമാണെന്ന് അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തണം. ഒരിക്കലും ഇരുട്ടിലേക്ക് പോകാതിരിക്കാൻ അവരെ, അല്ലെങ്കിൽ നമ്മൾ തന്നെയും പിന്നെ അവസാനം ഇരുട്ടിലേക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാതിരിക്കാൻ നാം ഉണർത്തണം. നാം ഉണർത്തിയേ തീരൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. അർഹമുർ റഹീമീനായ നാഥൻ കാര്യങ്ങളെ ബോധ്യപ്പെടുത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ഇത്